ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ബോംബെ സ്ട്രീറ്റ് സ്റ്റൈൽ സ്പെഷ്യൽ ബീഫ് ചോപ്സ് ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ ഒത്തിരി റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളിവിടെ 2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1 സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 2 മണിക്കൂർ നമുക്കിതൊന്ന് സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ അടിച്ച് കഴിയുമ്പോൾ നമ്മളിത് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഒരു 15 മിനിറ്റ് നമ്മൾ സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ബിരിയാണിക്ക് വേണ്ട സ്പെഷ്യൽ ബീഫ് മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബിരിയാണി പോട്ടാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 10 സവാളയാണ് ഞാൻ അരിഞ്ഞ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റി മുപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു 3 തക്കാളി നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അതിൽ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് അടിച്ചു വെച്ചതാണ്. അത് നമുക്ക് ഇതിന് സെൻറ്ററിലാക്കിയിട്ട് നമുക്ക് സവാളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ശരിക്കും വറ്റിച്ചെടുക്കാം. അതിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3/4 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, പിന്നെ നമുക്ക് ഒരു 3 സ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് ശരിക്കും ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം ഇതിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു സ്പെഷ്യൽ മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നല്ല ഡ്രൈ ആക്കി എടുക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫുൾ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് നല്ലതുപോലെ വറ്റി കുറുകി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റെങ്കിലും നമ്മൾ ഈ അരപ്പിലിട്ടിട്ട് നമ്മൾ ഈ ബീഫ് വേവിക്കണം. എന്നാലും ആ ബീഫിലൊക്കെ ശരിക്കും ആ മസാലയും ആ എരിവൊക്കെ കയറുള്ളൂ. അതുകൊണ്ട് ഒരു 15 മിനിറ്റ്, മിനിമം 15 മിനിറ്റെങ്കിലും നമ്മൾ ഈ ഇതിലിട്ടൊന്ന് ഈ മസാലകളിലിട്ടൊന്ന് ബീഫ് കുക്ക് ചെയ്യണം. ഇതിലേക്ക് നമുക്കൊരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. കൂടാതെ നമുക്ക് കുറച്ച് പുതിനയും കൂടി നമുക്കിതിലേക്ക് തൂവിക്കൊടുക്കാം. അതിനുശേഷം ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റും കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ചോപ്സ് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് വേണ്ട റൈസ് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ നറുനെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 5-6 ഏലക്ക ഇട്ട് കൊടുക്കാം, ഒരു 2-3 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം, ഒരു 5-6 കരയാമ്പൂ ഇട്ട് കൊടുക്കാം, ഒരു 1/4 സ്പൂൺ സജീരകം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിൽ 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂടി വെച്ച് തിളയ്ക്കട്ടെ. തിളച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്തെടുക്കാം. ഞാൻ അരമണിക്കൂറാണ് ഈ അരി കുതിർത്താനായിട്ട് വെച്ചത്. അരി ഞാൻ കഴുകി വാരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ അരി കറക്റ്റ് അളവിന് വന്നിട്ടുണ്ട്. നമ്മൾ അരമണിക്കൂറൊന്ന് സോക്ക് ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പുതിനയിലയും ഒരു 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ കുറച്ച് കാഷ്യൂസും പിന്നെ കുറച്ച് റൈസിൻസും കൂടി വറുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യ് നമ്മൾ ആദ്യം ചേർത്തതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഇത് ബിരിയാണി സ്പെഷ്യൽ നമ്മുടെ ബിരിയാണി സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ റൈസ് റെഡിയായി. ഇതിന് ഞാൻ പകുതി റൈസ് മാറ്റിയിട്ട് ഇതിലേക്ക് ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്പെഷ്യൽ ബീഫ് ചോപ്സ് മസാല ചേർത്ത് കൊടുക്കുകയാണ്. അതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള റൈസും കൂടി ഇതിന് മേലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പകുതി എടുത്ത് മാറ്റി വെച്ചേക്കാണ്. എന്നിട്ടാണ് ഞാനിപ്പോൾ ഈ മസാല ഇട്ട് കൊടുത്തേക്കുന്നത്. മാറ്റി വെച്ചേക്കുന്ന റൈസ് നമുക്ക് ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരല്പം നെയ്യും അതുപോലെ തന്നെ ലെമൺ യെല്ലോയും ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. ഇതിന് മേലെ നമുക്ക് കുറച്ച് കാഷ്യൂസും അതുപോലെ തന്നെ റൈസിൻസും കൂടി വറുത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.